Hi everyone, it's me Rashid. Welcome to my another video. കൊമേഴ്സ് മേഖലയിലെ കരിയർ ഓപ്ഷനെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം: അക്കൗണ്ടിംഗ് ആൻഡ് ഫൈനാൻസ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അക്കൗണ്ടിംഗ് ആൻഡ് ഫൈനാൻസിൽ വരുന്നതാണ് ചാർട്ടേഡ് കോഴ്സും 3 ഇയേഴ്സ് ഡിഗ്രി കോഴ്സും കോഴ്സ്. ചാർട്ടേഡ് കോഴ്സിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമ്മൾ പാർട്ട് 1 എന്ന വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 3 ഇയേഴ്സ് ഡിഗ്രി കോഴ്സിനെയും മാനേജ്മെൻറ്റ് കോഴ്സിനെയും കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കാലങ്ങൾ പരിചയപ്പെടുന്നത് ADBC എന്ന രൂപത്തിലാണ്. പക്ഷേ ഇനി നമ്മൾക്ക് ഒരുപക്ഷെ പരിചയപ്പെടാൻ പോകുന്നത് ACBC ആയിരിക്കും. ആഫ്റ്റർ കൊറോണ ബിഫോർ കൊറോണ എന്ന രൂപത്തിലായിരിക്കും. കൊറോണയ്ക്ക് ശേഷം എല്ലാ മേഖലയിലും ചില ചെറിയ പിന്നോട്ടടികൾ ഉണ്ടാവുമെങ്കിലും പെട്ടെന്ന് തന്നെ മുന്നോട്ട് ഗമിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് കൊമേഴ്സ് മേഖല എന്ന് പറയുന്നത്. കൊമേഴ്സ് മേഖലയിലെ ഡിഗ്രി കോഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യത്തേത് BCom ആണ്, ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. ഒട്ടേറെ കോഴ്സുകൾ ഇന്ന് നിലയിൽ വന്നിട്ടുണ്ടെങ്കിലും BComകാർക്കുള്ള ജോലി സാധ്യത കൂടിയിട്ടുള്ളൂ. ആ കോഴ്സിന്റെ ഡിമാൻഡിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ടാക്സ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ്, കൊമേഴ്സ്, ഷെയർ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക് തുടങ്ങിയ ഒട്ടേറെ മേഖലയിൽ BComകാരുടെ സാധ്യത വളരെ കൂടുതലാണ്. എന്ത് പഠിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എവിടെ പഠിക്കുന്നു എന്നുള്ളത്. മികച്ച പഠന നിലവാരമുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾ പരമാവധി ശ്രമിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് +2 നല്ല മാർക്ക് നേടൽ നിർബന്ധവുമാണ്. BCom കോഴ്സുകൾക്ക് പേരുകെട്ട രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഡൽഹിയിലെ JMI, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, അതുപോലെ തന്നെ കൊൽക്കത്തയിലെ സെന്റ് സേവിയർ കോളേജ്, ചെന്നൈയിലെ ലയോള കോളേജ്, മുംബൈയിലെ HR കോളേജ് തുടങ്ങിയവ. കഴിഞ്ഞ വർഷം 98% ആയിരുന്നു SRCC കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു കുട്ടിക്ക് വേണ്ടിയിരുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അത്തരം കോളേജുകൾ അക്കാദമിക് നിലവാരം. അതുകൊണ്ട് മാർക്ക് നേടേണ്ട ആവശ്യകതയും നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളും ഇന്ന് BCom ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇന്ന് BCom കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഓട്ടോണമസ് കോളേജുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലെങ്കിൽ NAC അല്ലെങ്കിൽ UGC അല്ലെങ്കിൽ AICTE അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. BCom കോഴ്സുകൾ നമുക്ക് പ്രധാനമായും 3ആയി തരംതിരിക്കാം: BCom ജനറൽ, BCom ഓണേഴ്സ്, BCom വൊക്കേഷൻ. BCom ജനറൽ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഡിഗ്രി കോഴ്സുകളാണ്. BCom ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്, മാനേജ്മെന്റ്, ഇക്കണോമിക്സ് തുടങ്ങിയ മേഖലകളിൽ ഡീപ്പായിട്ടുള്ള പഠനം നടക്കുമ്പോഴാണ്, സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് BCom ഓണേഴ്സ് ആവുന്നത്. അഥവാ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് മുന്നേ തന്നെ നമുക്ക് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയുമെന്നതാണ് BCom ഓണേഴ്സിന്റെ പ്രത്യേകത. BCom വൊക്കേഷൻ എന്ന് പറയുന്നത് VHSC പോലെ ദാറ്റ് ഈസ് കോൾഡ് സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് പർട്ടിക്കുലർ ജോബ്. അതാണ് BCom വൊക്കേഷൻ എന്ന് പറയുന്നത്. BCom വൊക്കേഷൻ കൊടുക്കുന്ന നമ്മുടെ കേരളത്തിലെ സ്ഥാപനങ്ങൾ, പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. BCom മേഖലയിൽ ഇന്ന് ഏകദേശം രാജ്യത്ത് 38 സ്ട്രീമുകൾ നിലവിലുണ്ട്. BCom ഫൈനാൻസ്, BCom കോർപ്പറേഷൻ. BCom കോർപ്പറേഷൻ എന്ന് പറയുന്നത് HDCക്ക് തുല്യമാണ്, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BCom ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ്, BCom ടാക്സ് പ്രൊസീജിയർ ആൻഡ് ടാക്സ്, BCom ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BCom ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, ഓഡിറ്റിംഗ്, കൊമേഴ്സ്, ഇന്റർനാഷണൽ ബിസിനസ്, ലോജിസ്റ്റിക്, അതുപോലെ തന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് റീറ്റെയിൽ മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ്, ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഫോറിൻ ട്രേഡ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയ അതിൽ ചിലത് മാത്രമാണ്. +2 കൊമേഴ്സ് കഴിഞ്ഞ് ഡിഗ്രിയിലേക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾക്ക് മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് BCom തന്നെയാണ്. ഇന്നൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യാൻ ആവശ്യമായത് BCom ആണ്. BCom വിത്ത് ഏതെങ്കിലും അക്കൗണ്ടിംഗ് പാക്കേജ്, ടാലി പോലത്തെ ഏതെങ്കിലും അക്കൗണ്ടിംഗ് പാക്കേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക്, ഇൻഷുറൻസ്, ടാക്സ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ്, ഷെയർ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക് തുടങ്ങിയ നിരവധി മേഖലയിൽ BComകാരുടെ സാധ്യത വളരെ കൂടുതലാണ്. BCom പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയോട് ചോദിച്ചു, BCom കഴിഞ്ഞ് നിനക്ക് എന്ത് ആവാനാണ് ആഗ്രഹം? ആ വിദ്യാർത്ഥി പറഞ്ഞു, എനിക്ക് ബാങ്കിൽ അക്കൗണ്ടന്റ് ആവണം. സാന്ദർഭികമായി പറയട്ടെ, ബാങ്കിൽ അക്കൗണ്ടന്റ് ജോബ് ടൈറ്റിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സമൂഹത്തിന് പുതിയ ഒരു ധാരണ ഉണ്ട്, ബാങ്കിൽ അക്കൗണ്ടന്റ് എന്നൊരു പോസ്റ്റ് ഉണ്ട് എന്ന്. അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ടന്റ് എന്നൊരു പോസ്റ്റ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാങ്കിൽ ജോലി കിട്ടാൻ ഡിഗ്രി ആവശ്യമാണ്. അതിന് അതിൻ്റെതായ എക്സാം പ്രൊസീജിയറുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രതിപാദിപ്പിക്കാം. ഞാൻ സമൂഹത്തിന്റെ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു ഡിഗ്രി കോഴ്സാണ് BCA എന്ന് പറയുന്നത്, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടോപ്പിക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് BCA എന്ന് പറയുന്നത്. സാധാരണ അതിൻ്റെ സിലബസിൽ 3 സെക്ഷനാണുള്ളത്: ഹാർഡ്വെയർ പോർഷൻ, സോഫ്റ്റ്വെയർ പോർഷൻ, അപ്ലൈഡ് പോർഷൻ, ഇൻഫോർമേഷൻ ടെക്നോളജി പോർഷൻ.
+2 മാത്സ് നിർബന്ധമാണ് ചില കോളേജുകളിൽ എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസ്, മൈക്രോസോഫ്റ്റ് ടെക്നോളജീസ്, വിപ്രോ ടെക്നോളജീസ്, ഇൻഫോസിസ്, എൽ&ടി ഇൻഫോടെക് തുടങ്ങിയ സ്ഥാപനങ്ങൾ BCAയുടെ തൊഴിൽദാതാക്കളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കമ്പ്യൂട്ടർ എക്സ്പെർട്ടിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ BCAക്കും ഡിമാൻഡ് വളരെ കൂടുതലാണ്. +2 കൊമേഴ്സ് കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് BCA എന്ന് പറയുന്നത്. +2 കൊമേഴ്സ് കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് BHM, ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. കേരളത്തിനകത്തും പുറത്തും ഈ കോഴ്സ് കഴിഞ്ഞവർക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് മാനേജ്മെൻറ്റ്, കാറ്ററിംഗ്, ഓപ്പറേഷൻ അഡ്മിനിസ്ട്രേഷൻ, ടൂറിസം മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലയിലുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനം നടത്തുന്ന 2 കോഴ്സുകളാണ് പ്രധാനമായും സർക്കാർ മേഖലയിൽ ഈ രംഗത്തുള്ളത്. അതിൽ ഒന്നാമത്തേത് NCHMCT നടത്തുന്ന നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഒന്നാമത്തേത്. കേരളത്തിൽ സർക്കാർ മേഖലയിലുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന കോവളത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന സ്ഥാപനവും അതുപോലെ സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും സംയുക്ത സംരംഭമായ കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന സ്ഥാപനവുമാണ്. NCHMCTയിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് അവരുടെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുന്നത്. അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് നൽകുന്ന രണ്ടാമത്തെ സ്ഥാപനം ഇന്ത്യൻ കൾണറി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ICI എന്ന് പറയാം. ആ സ്ഥാപനമാണ് ഒരു BBA കോഴ്സ് തന്നെ ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ കോഴ്സ് ഉള്ളത് തിരുപ്പതിയിലും നോയിഡയിലുമാണ്. കൂടാതെ പല സ്വകാര്യ സ്ഥാപനങ്ങളും ഈ കോഴ്സ് ഫലപ്രദമായി തന്നെ നൽകുന്നുണ്ട്. കൊമേഴ്സ് മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു കരിയർ ഓപ്ഷനാണ് BCom വിത്ത് ലോജിസ്റ്റിക്സ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. 2022 ഏകദേശം 1.5 കോടിയോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് കണക്കാക്കുന്ന പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ലോജിസ്റ്റിക്കിൻ്റെ മേഖല. ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെയും കൊമേഴ്സിൻ്റെയും വളർച്ച ഈ മേഖലയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഉപഭോക്താവിൻ്റെ അടുത്തേക്ക് എത്തുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന മാനേജ്മെൻറ്റ് കഴിവിനെയാണ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. കൊച്ചിയിലെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പൂർണ്ണമായും സജ്ജമാകുന്നതോടെയും വിഴിഞ്ഞം തുറമുഖം തുറക്കുന്നതോടെയും വലിയ ഒരു സാധ്യതയാണ് നമ്മൾ ലോജിസ്റ്റിക്കിൽ കാണുന്നത്. സർക്കാർ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ലോജിസ്റ്റിക്കിൽ ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ എല്ലാ മേഖലയിലും സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ ലോജിസ്റ്റിക്കിൻ്റെ കോഴ്സ് നടത്തി വരുന്നുണ്ട്. ഇന്ത്യയിലെ ലോജിസ്റ്റിക് രംഗത്ത് പ്രമുഖ സ്ഥാപനമാണ് ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മറ്റൊരു ഡിഗ്രി കോഴ്സാണ് BSW, ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക്. പൊതുസമൂഹത്തിൻ്റെ ഉന്നമനം, പൊതുജന ആരോഗ്യം, സാധാരണ ജനങ്ങൾക്കിടയിലുള്ള കുടുംബ സേവനം തുടങ്ങിയ മേഖലയിൽ കരിയർ പുഷ്ടിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് BSW. അത് കഴിഞ്ഞാൽ അതിൻ്റെ മാസ്റ്റർ കോഴ്സായ MSW ചെയ്യാവുന്നതാണ്. BCom പോലെ തന്നെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്ന മറ്റൊരു കോഴ്സാണ് BA ഇക്കണോമിക്സ്, ബാച്ചലർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സമഗ്രമായ പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 4th ജനറേഷൻ ഇൻഡസ്ട്രിയിൽ BA ഇക്കണോമിക്സിൻ്റെ സാധ്യതയും വളരെ കൂടുതലാണ്. +2 ശേഷം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് BCom വിത്ത് LLB, ബാച്ചലർ ഓഫ് ലെജിസ്ലേറ്റീവ് ലോ എന്ന് പറയാം. +2 ശേഷം 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് ചേരാം, അതല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം LLB എടുക്കാം. ഇന്ന് എല്ലാ കമ്പനികളും വക്കീലിനെ തേടി പുറത്തേക്ക് പോകുന്ന തരം അവരുടെ കമ്പനിയിൽ തന്നെ ഒരു പോസ്റ്റ് സൃഷ്ടിക്കുകയാണ് ലീഗൽ അഡ്വൈസ് നൽകുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ BCom വിത്ത് LLBക്ക് വളരെയധികം സാധ്യതകളാണ് ഇന്ന് കാണുന്നത്. ഇന്ത്യയിൽ നിയമ വിദ്യാഭ്യാസത്തിൻ്റെ നിയന്ത്രണം BCI, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്കാണ്. +2കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് BJMS, ബാച്ചലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാധ്യമ രംഗത്ത് അവരുടെ കഴിവുകൾ പുഷ്ടിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് BJMS. +2 കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് BPEd ഓർ BPE, ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. കായിക അധ്യാപകർ മുതൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഫിറ്റ്നസ് ട്രെയിനർ, കോച്ചുമാർ വരെ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു കരിയർ ഓപ്ഷനാണ് BPE എന്ന് പറയുന്നത്.
യൂറോപ്പ്, അമേരിക്ക, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഫിറ്റ്നസ് ട്രെയിനർമാർക്കുള്ള സാധ്യത വളരെ വലുതാണ്. കേരളത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, JV രാജ സ്കൂൾ, കണ്ണൂർ സ്പോർട്സ് അക്കാദമി തുടങ്ങിയവരെല്ലാം ഈ കോഴ്സുകൾ നടത്തുന്നുണ്ട്. BPEഡിന് ഡിഗ്രിയാണ് യോഗ്യതയെങ്കിൽ BPEക്ക് +2 മതി. അതുപോലെ തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായ് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ്, അവരുടെ എല്ലാ സെൻറ്ററുകളിലും ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളും നടത്തുന്നുണ്ട്. +2 കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് BSc Actuarial. BSc Actuarial എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു കരിയർ ഓപ്ഷനാണ്. BSc എന്ന് കേൾക്കുമ്പോൾ സയൻസ് ഓപ്ഷനാണ്, തെറ്റിദ്ധരിക്കരുത്. അതിൽ പ്രധാനമായും വരുന്നത് മാത്സ്, അക്കൗണ്ടിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലയിലുള്ള പഠനം അതിൽ വരുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് BSc Actuarial എന്ന് പറയുന്നത്. ഈ കോഴ്സ് പൂർത്തിയാക്കിയവർ ചെയ്യേണ്ടത് ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയം, മൂല്യനിർണ്ണയം, റിസ്ക് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ കോഴ്സ് എടുക്കുന്നതിന് +2 മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് പഠിക്കൽ നിർബന്ധമാണ്. BComകാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് BCom ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്. ടൂറിസം അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ജോലി, കരിയർ പുഷ്ടിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു കോഴ്സാണ് BCom ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്. +2 ശേഷമുള്ള മറ്റൊരു കരിയർ ഓപ്ഷനാണ് BA ASPSM എന്ന് പറയുന്നത്. മാത്സിലും അക്കൗണ്ടൻസിലും താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക്, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് BA ASPSM എന്ന് പറയുന്നത്. BA അഡ്വർടൈസിംഗ്, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ്. അഥവാ മാർക്കറ്റിങ്ങിലും സെയിൽസിലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കടന്നു വരാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് BA ASPSM. കൊമേഴ്സ് മേഖലയിലെ കരിയർ ഓപ്ഷൻ രണ്ടാണെന്നും അത് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നീ രണ്ട് തരംതിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സെക്ഷനെ കുറിച്ചാണ്. ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ ഫലപ്രദമായും കാര്യക്ഷമമായും കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ വാണിജ്യ വ്യവസായ രംഗത്ത് അത്ഭുതവഹമായ കുതിച്ചാട്ടം മാനേജ്മെൻറ്റ് മേഖലയിലുള്ള ജോലി സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് മാനേജ്മെൻറ്റ് വിദഗ്ധരെ വാർത്തെടുക്കുന്നതിന് ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, ഗവേഷണം, ഫെലോഷിപ്പ് തുടങ്ങിയ നിരവധി തലങ്ങളിൽ പഠനത്തിന് അവസരമുണ്ട്. ബിരുദ കോഴ്സിൽ മാനേജ്മെൻറ്റ് പഠനത്തിന് ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സാണ് BBA എന്ന് പറയുന്നത്. +2 ആണ് അതിൻ്റെ യോഗ്യത. BBA കഴിഞ്ഞവർക്ക് 2 വർഷത്തെ MBAക്കും ചേരാവുന്നതാണ്. ബിസിനസ്സിൻ്റെ പ്രധാന മേഖലയായ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HRM തുടങ്ങിയവയ്ക്ക് പുറമെ റീറ്റെയിൽ, IT, ട്രാവൽ ആൻഡ് ടൂറിസം, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ മാനേജ്മെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് കെയർ, റിസ്ക് മാനേജ്മെൻറ്റ്, ബ്രാൻഡ് ഡിസൈൻ തുടങ്ങിയ നിരവധി മേഖലയിൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. മാനേജ്മെൻറ്റ് പഠന മേഖലയിൽ രാജ്യത്തെ അഭിനന്ദാർഹമായ സ്ഥാപനങ്ങളാണ് IIMകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റും. 1961 ആദ്യത്തെ ബിസിനസ് സ്കൂൾ തുടങ്ങുന്നത് കൊൽക്കത്തയിലാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ആദ്യമായി അതിന് തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട്, NIT കാലിക്കറ്റ്, TKM ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഫറൂഖ്, നിരവധി സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റ് കോഴ്സുകൾ നൽകുന്നുണ്ട്. മികച്ച മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ വാർത്തെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കേരളത്തിലാണെന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമാണ്. 1996 ഇന്ത്യയിലെ 5ാമത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആയി തുടങ്ങിയ കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രൊഫഷണൽസ് വാർത്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് IIM കോഴിക്കോട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സാറ്റലൈറ്റ് സ്ഥാപനം 2012 കൊച്ചിയിലും ആരംഭിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് കോഴ്സിലേക്കുള്ള ചില പ്രവേശന പരീക്ഷകൾ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്നാമത്തേതാണ് CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. IIMകളിലേക്കുള്ള PG, ഫെല്ലോ പ്രോഗ്രാം തുടങ്ങിയ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് CAT എന്ന് പറയുന്നത്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അതിൻ്റെ പ്രധാന വിശദ വിവരങ്ങൾക്ക് www.imacat.ac.in. മാനേജ്മെൻറ്റ് കോഴ്സിലേക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷനാണ് MAT എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. വിവിധ സ്വാശ്രയ സ്വകാര്യ മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ അവരുടെ മാനേജ്മെൻറ്റ് കോഴ്സിന് വേണ്ടി നടത്തുന്ന എക്സാമാണ് MAT എന്ന് പറയുന്നത്. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് സാധാരണ MAT എക്സാം ഉണ്ടാവാറ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷനാണ് CMAT എന്ന് പറയുന്നത്. CMAT, കോമൺ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനെ പറഞ്ഞ പേരാണ് CMAT എന്ന്. ഇതിനും അവരുടെ വെബ്സൈറ്റ് കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്.
സിമാറ്റും വർഷത്തിൽ 2 പ്രാവശ്യം തന്നെയാണ് നടത്താറ്. മറ്റൊരു പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ കേരള സർക്കാർ നടത്തുന്ന പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷനാണ് കെ-മാറ്റ് എന്ന് പറയുന്നത്. കേരള സർക്കാർ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് വേണ്ടി കേരള സർക്കാർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് കെ-മാറ്റ്. കൂടുതൽ വിശദവിവരങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്തൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് ഓപ്പൺ മാറ്റ്. മാനേജ്മെൻറ്റ് കോഴ്സുകൾ ഡിസ്റ്റൻസായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രധാനമായും അത് മറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. അവരുടെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ഓപ്പൺ മാറ്റിലൂടെയാണ് അവർ മാനേജ്മെൻറ്റ് കോഴ്സിനുള്ള വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. മറ്റ് ഏത് ഓപ്പൺ ഡിസ്റ്റൻസ് കോഴ്സിനേക്കാളും ഏറ്റവും നല്ലത് ഇന്ന് നിലവിലുള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. +2 കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് BBA ഏവിയേഷൻ എന്ന് പറയുന്നത്. പൈലറ്റ്, സഹപൈലറ്റ്, എയർ ഹോസ്റ്റസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വ്യോമയാനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരും. എന്നാൽ വ്യോമയാന ഗതാഗത മാനേജ്മെൻറ്റ്, വ്യോമയാന സുരക്ഷ, ഉപഭോക്തൃ സേവനം, കാർഗോ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയ നിരവധി മേഖലകളാണ് അതിലുള്ളത്. അതുകൊണ്ട് BBA ഏവിയേഷൻ എന്ന് പറയുന്ന നല്ലൊരു കോഴ്സാണ്. ജോലി സാധ്യത വളരെ കൂടുതൽ നല്ലൊരു കോഴ്സാണ് BBA ഏവിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ സാങ്കേതിക വിഭാഗത്തിൽപ്പെടുന്ന ജോലികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധമാണ്. എന്നാൽ വിമാനത്താവളത്തിലെ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ജോലികളാണ് മറ്റുള്ളവർക്ക് സാധ്യത കൂടുതലുള്ളത്. കൊമേഴ്സ് മേഖലയിലെ മറ്റൊരു കരിയർ ഓപ്ഷനാണ് ഡിപ്ലോമ കോഴ്സുകൾ. ഇന്ന് ഡിഗ്രിക്ക് 3 വർഷം എടുക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും 1 വർഷത്തെയും 6 മാസത്തെയും 1.5 വർഷത്തെയും ഒക്കെ ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം, ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിപ്ലോമ ഇൻ സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ക്യാപിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ നിരവധി മേഖലയിൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു കരിയർ ഓപ്ഷൻസ് തന്നെയാണ്. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ പല അവയർനെസ്സുകളും ഉണ്ടാവണം നമ്മൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയർനെസ്സിനെ കുറിച്ചാണ്. സ്കിൽ അവയർനെസ് ഉണ്ടാവണം, ജോബ് അവയർനെസ് ഉണ്ടാവണം, കരിയർ അവയർനെസ് ഉണ്ടാവണം. എല്ലാ അവയർനെസ്സും ഉണ്ടാവുന്ന വസ്തുത തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു അവയർനെസ് കുറിച്ചാണ് നിങ്ങളൊരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു അവയർനെസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണ നിങ്ങൾ വിദ്യാർത്ഥികൾ കളിയാക്കി പറയുന്ന ഒരു വാക്കാണ് ശശിയായി എന്നുള്ളത്. ഇന്നത്തെ മോഡേൺ ന്യൂ ജനറേഷൻ ഒരു വാക്കാണ് ശശിയാവുക എന്നുള്ളത്. എന്നാൽ ഇന്ന് എല്ലാ വിദ്യാർത്ഥികളും കരിയർ ഓപ്ഷന് മുന്നേ എന്താവണം എന്ന് വെച്ചാൽ ഒരു ശശിയാവൽ നിർബന്ധമാണ്. ഞാൻ പറയുന്ന ശശി എന്തെന്ന് വെച്ചാൽ SA, സെൽഫ് അവയർനെസ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾ അടുത്ത SI ഉണ്ടാവുള്ളൂ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സെൽഫ് അവയർനെസ് നോക്കുക, എന്നിട്ട് സെൽഫ് ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട, ഷെയർ ചെയ്യാൻ മറക്കേണ്ട, സബ്സ്ക്രൈബ് മറക്കേണ്ട. വീണ്ടും കാണാം പുതിയ ഒരു എഡ്യൂക്കേഷൻ ടിപ്സുമായി. ഗുഡ് ബൈ.